കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. MC റോഡിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിന് മുൻപിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് റോഡിൽ കുടുങ്ങിയ ലോറിയും ജീപ്പും ക്രെയിന് ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, രാവിലെ തന്നെ വലിയൊരു അപകടത്തിന്റെ വാർത്തകളാണ് വരുന്നത്. കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 3:30-യോടെയാണ് നാട്ടകം MC റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് മുൻപിൽ അപകടമുണ്ടായത്. ദിശ മാറി വന്ന ജീപ്പ് ഈ ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ ലോറി കോട്ടയം ഭാഗത്തുനിന്നായിരുന്നു ലോറി എത്തിയിരുന്നത്. എതിർദിശയിൽ എത്തിയ പിക്കപ്പ് ലോറി ഇത്തരത്തിൽ ജീപ്പ് ഇടിക്കുകയാണ് ചെയ്തത്. ദിശ മാറുകയാണ് എത്തിയിരുന്നത് എന്നാണ്. 2 വാഹനങ്ങളും ഒരേ ദിശയിലൂടെയായിരുന്നു ഓപ്പോസിറ്റ് എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജീപ്പ് പൂർണ്ണമായും ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് ഈ തകർന്നു കിടക്കുന്ന ജീപ്പ് വെട്ടിപ്പൊളിച്ച് ജീപ്പിനുള്ളിൽ നിന്ന് ഇതിലുണ്ടായിരുന്ന ആളുകളെ പുറത്തെത്തിച്ചത്. ഇന്റീരിയർ വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മരിച്ചിട്ടുള്ള ഒരാൾ തമിഴ്നാട് സ്വദേശിയാണെന്നും മറ്റൊരാൾ തൊടുപുഴ മണക്കാട് സ്വദേശിയാണ് എന്നുമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ജീപ്പിലുണ്ടായിരുന്ന മറ്റു 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും പള്ളത്തേക്ക് വരികയായിരുന്നു ഈ ലോറി. VRL ലോജിസ്റ്റിക്സിന്റെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇത്തരത്തിൽ പുലർച്ചെ 3:30-യോട് കൂടി ഉണ്ടായ അപകടത്തിൽ 2 പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 3 പേർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ശരി മിഥുൻ. കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 2 മരണം സംഭവിച്ചിരിക്കുന്നത്. 3 പേർക്ക് ഗുരുതര പരിക്കുമുണ്ട്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.